ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മന്ത്ലി എക്സ്പയറി ഡേ ആണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇടിവിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിഫ്റ്റി വീണ്ടും 24,600 എന്നുള്ള ഒരു ലെവൽ റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സെക്ടേഴ്സുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഇടിവ് ശക്തമാണോ? എങ്ങനെയാണ് മറ്റ് അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% ഇടിവാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. 100 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നഷ്ടം ഇപ്പോഴും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നുണ്ട്. 24,607 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടത്തുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ 12 ഓഹരികൾക്ക് നിഫ്റ്റി 50യിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 38 ഓഹരികളിലാണ് ഇടിവുണ്ടാകുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 0.5%-ഉള്ളൊരു ഇടിവ്. നിഫ്റ്റി ബാങ്കിന് എസ്പെഷ്യലി ആ ഒരു തുടക്ക സമയത്തുണ്ടായിരുന്ന ഒരു ഇടിവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴൊരു ഇടിവ് മയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ബാങ്കിലുണ്ടാകുന്നത്. 54,185 എന്ന് പറഞ്ഞ ഒരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്നും ഇപ്പോഴും ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടം കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ഹീറോ മോട്ടോകോപ്പിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. ഏകദേശം 1.5%-ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരിക്ക് സാധിക്കുമ്പോൾ ഏഷ്യൻ മോട്ടോഴ്സ് ഓഹരികളും ഏകദേശം 0.5%-ഉള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ഏഷ്യൻ പെയിൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1.5%-ന് മുകളിലുള്ളൊരു നേട്ടം. ഇറ്റേണൽ 1.25%-ന് മുകളിലും ലാസൻ ആൻഡ് ട്യൂബ്രോയുടെ ഓഹരികളും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിലും കാണാൻ സാധിക്കുന്നു. ഏകദേശം 0.25%-ൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് L&Tയുടെ ഓഹരികൾക്കും സാധിക്കുന്നുണ്ട്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രീ മാർക്കറ്റിലും മറ്റുമൊക്കെ കണ്ടതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം NBFC സ്ഥാപനത്തിൻ്റെ ഓഹരി ഇപ്പോഴും ഏകദേശം ഒരു 2.5%-ൻ്റെ ഇടിവ് രേഖപ്പെടുന്നു. IT കമ്പനി ആയിട്ടുള്ള HCL ടെക് പരിശോധിക്കുകയാണെങ്കിലും 2.5%-ൻ്റെ ഒരു ഇടിവ്. ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് പരിശോധിക്കുമ്പോൾ 1%-ൻ്റെ ഇടിവും. പവർ ഗ്രിഡ് ഓഹരികൾ 1.25%-ന് മുകളിലുള്ളൊരു ഇടിവ് നിലവിലിപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവാണ് നിഫ്റ്റി ബാങ്ക് രേഖപ്പെടുന്നത്. 54,194 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ നിന്നും ആക്സിസ് ബാങ്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5%-ന് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്കും ഇൻഡസിൻഡ് ബാങ്കിൻ്റെയും ഓഹരികളും ഇപ്പോഴൊരു മാർജിനലായൊരു തോതിലാണെങ്കിൽ കൂടി പോസിറ്റീവ് ആവുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. എങ്കിലും ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് ഇടിവിൽ തുടരുന്നു. ബാക്കിയുള്ള ബാങ്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരികൾ ഏകദേശം 0.25%-ന് മുകളിലുള്ളൊരു ഇടിവ് ബാങ്ക് ഓഫ് ബറോഡ, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് രേഖപ്പെടുത്തുമ്പോൾ ഇതേ തോതിലുള്ള ഒരു ഇടിവ് തന്നെയാണ് നിലവിലിപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഒരു സെക്ടറിനും സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി മീഡിയയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും വളരെ മാർജിനലായിരിക്കുന്ന ഒരു ഇടിവ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഏതൊരു സമയത്തേക്ക് വേണമെങ്കിലും നിഫ്റ്റി മീഡിയ സൂചികയിൽ ഒരു പച്ച തെളിയാം എന്നൊരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം മറ്റുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടുമിരിക്കുന്നത്. അടുത്തായിട്ടൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പങ്കുവയ്ക്കാനായിട്ടുള്ളത് അഡാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഒരു ബൈ റേറ്റിംഗ് ആണ് നിലവിലിപ്പോൾ അഡാനി പോർട്സിന് നിലവിലിപ്പോൾ മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് 1,700 രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1,324 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ഏകദേശം ഒരു 0.25%-ന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും അഡാനി പോർട്സിന് സാധിക്കുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലാണ് നിലയിൽ ഇപ്പോൾ അഡാനി പോർട്സിൻ്റെ ഓഹരികൾ എന്ന് പറയുന്നത്. കൂടാതെ മികച്ച രീതിയിൽ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസും മറ്റൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ പോർട്സിൻ്റെയും മറ്റൊക്കെ ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിലവിൽ ഇപ്പോൾ അഡാനി പോർട്സ് കടന്നു വരുന്നു എന്നൊരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ലോജിസ്റ്റിക് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിൽ ഉള്ളൊരു കുതിപ്പ്, അതായത് ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെ അഡാനി പോർട്സിൻ്റെ ലോജിസ്റ്റിക് ബിസിനസ്സിൽ കാണാൻ സാധിക്കുന്നു എന്നുമാണ് മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ മറൈൻ സർവീസസ് രംഗം പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു മറൈൻ സർവീസസ് രംഗത്തിലുമുണ്ട്. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ കമ്പനി യൂസ് ചെയ്യുന്നു. അതായത് അത് മികച്ച രീതിയിൽ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രംഗത്തേക്ക് തന്നെ നിക്ഷേപിക്കുന്നു. അവിടെ നിന്നുള്ള ഓപ്പറേഷൻസ്
പരിശോധിക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഡാനി പോർട്സിന് സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ നിലവിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂചികയായിട്ട് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി റിയൽറ്റി സൂചികയാണ്. നിഫ്റ്റി റിയൽറ്റി സൂചിക നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊക്കെ 0.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ഐ ടിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇടിവ് അതിലും വർദ്ധിച്ചിരിക്കുന്നു. നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ മറ്റൊക്കെ മോർഗൻ സ്റ്റാൻലിയുടെ ഭാഗത്ത് നിന്നും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജൂലൈ മാസത്തെയും മറ്റൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽസ് ഡാറ്റയും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊക്കെ മികച്ച പെർഫോമൻസ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെ ബാംഗ്ലൂരു മുംബൈ റീജൻസിൽ മറ്റൊക്കെ ഒരു മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. കൂടാതെ മറ്റ് സെയിൽസും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നിഫ്റ്റി ഐ ടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1.25% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 35,633 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഐ ടി സൂചികയിലെ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ പെർഫോമൻസും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ HCL ടെക്കിൻ്റെ മറ്റൊക്കെ ഓഹരികൾ 2.5% ഇടിവ്, TCS LTI മൈൻട്രി പറയുന്ന ഓഹരികളിലൊക്കെ തന്നെ ഏകദേശം 1.5% ഒരു ഇടിവാണ് നിലയിൽ ഇപ്പോൾ നിഫ്റ്റി ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ജാസ്മിൻ, അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിൽ ഏകദേശം 0.5% മുകളിലുമുള്ള ഒരു ഇടിവാണ് നിലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ.